ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് PC ശശികുമാർ. ക്രൈസ്റ്റ് ബ്ലസ്സസ് ചാനലിലെ ഒരു അനുഭവ സാക്ഷ്യമായി നിൽക്കുവാൻ ദൈവം ഒരുക്കി തന്ന സാവകാശത്തിനായി നന്ദി പറയുകയാണ്. ഈ ചാനൽ നടത്തിക്കൊണ്ടുപോകുന്ന കഥാവരദാസന്മാരെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. എൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിൽ ആല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. എനിക്ക് 6 സഹോദരങ്ങൾ വേറെയുണ്ട്. എന്നാൽ കർത്താവിനെ അറിഞ്ഞത് ഞാനും എൻ്റെ ഇളയ സഹോദരി മാത്രമാണ്. പിന്നെ എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവും യേശുവിനെ അറിയുവാനിടയായി തീർന്നിട്ടുണ്ട്. എൻ്റെ ജനനം എന്ന് പറയുന്നത് 1968 ജൂൺ മാസം 5-ാം തീയതിയാണ്. എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് എൻ്റെ പിതാക്കന്മാരൊക്കെയും മന്ത്രവാദികളും അങ്ങനെ ആഭിചാരം ചെയ്യുന്നവരും ഒക്കെയായിരുന്നു. 3 തലമുറയോളവും മന്ത്രവാദം ചെയ്ത് തകർന്ന തരിപ്പണമായി. 4ാമത്തെ കണ്ണിയാണ് ഞാൻ. പക്ഷേ യേശുവിനെ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാനും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് പോകുമായിരുന്നു. ഇന്നും യേശുക്രിസ്തുവിൻ്റെ നിത്യത എന്ന വിഷയമാണ് എന്നെ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഏക സംഗതി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഒരുപാട് സമയം നമ്മുടെ മുമ്പിലില്ല. പക്ഷെ അത് നിങ്ങൾക്ക് ആ സാക്ഷ്യം അനുഗ്രഹമായി തീരട്ടെ. 1990 ഞാൻ ബോംബെയുടെ പ്രദേശത്തേക്ക് യാത്രയാകുന്നു. പക്ഷെ അതിനു മുമ്പേ എൻ്റെ പിതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാനിടയായിത്തീർന്നു. അപ്പോഴേ എൻ്റെ കുടുംബത്തിൻ്റെ ഭാരം എൻ്റെ മേൽ എന്നിൽ വന്നു. എന്നാൽ ആ കുടുംബത്തിൻ്റെ ഭാരം നിമിത്തം ഞാൻ ജോലി തേടി ബോംബെയുടെ പ്രദേശത്തേക്ക് കടന്നു പോകാനിടയായി. പോയ സ്ഥലങ്ങളിൽ പല ഭാഗത്തും പല കമ്പനികളിൽ മാറി മാറി ഞാൻ ജോലി ചെയ്തു. പക്ഷേ അവിടെയൊക്കെയും വേണ്ട പോലെ ക്ലച്ച് പിടിക്കാനോ ജോലിയിൽ വേണ്ടമായി സ്ഥിരമായി നിൽക്കാനോ കഴിയാതെ പല കമ്പനികൾ മാറി മാറി ഒടുവിൽ പല പ്രാവശ്യം പ്രശ്നങ്ങൾ കമ്പനിക്കാരുമായിട്ടും കമ്പനിയിൽ ജോലി ചെയ്യുന്നവരുമായിട്ട് പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ പല പല വിഷയങ്ങളോട് അകപ്പെട്ട് ഞാനിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവിടെ ബോംബെയുടെ പ്രദേശത്ത് വെച്ച് എനിക്ക് യേശുവിനെ കണ്ടുമുട്ടാൻ ഒരു അവസരമുണ്ടായി. എൻ്റെ കൂടെ താമസിച്ചിരുന്ന സഹോദരങ്ങളുടെ കൂടെ ഒരു പെന്തക്കോസ്റ്റ് ചർച്ചിൽ കടന്നു പോവുകയും അവിടെ പാടുവാനും ഒക്കെ എനിക്ക് അവസരം തന്നു. ചെറുപ്പം മുതലേ പാട്ട് പാടുന്ന ഒരു ടാലൻ്റ് എൻ്റെ മേലുള്ളത് കൊണ്ട് പാടുവാനൊക്കെ ദൈവം എനിക്ക് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. അവിടെ യേശുവിനെക്കുറിച്ച് പാടുവാനൊക്കെ ഇടയായി തീർന്നു. പക്ഷേ അവിടുത്തെ ആദ്യമായി യേശുവിനെക്കുറിച്ചുള്ള വചനം കേൾക്കുന്നത് 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന യേശുവിനെ കുറിച്ചുള്ള ഒരു സന്ദേശമാണ് എനിക്ക് ആദ്യമായി ആ ബോംബെയിൽ വെച്ച് കേൾക്കുവാനിടയായത്. അതിൽ 2 പേരും യേശുവിനെ കുറ്റം പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഒരാളെ കുറ്റം പറച്ചിൽ നിർത്തിക്കിട്ട് ഒരു കള്ളൻ ഇങ്ങനെ പറയുകയാണ്. ഒരു കള്ളൻ അപ്പുറത്ത് കിടന്ന യേശുവിൻ്റെ മറുവശത്ത് കിടന്ന കള്ളനോട് പറയുകയാണ്, സമശിക്ഷാവിധിയിലായിരുന്നിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നമ്മൾ ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ യാതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് യേശുവിനെ നേരെ തിരിഞ്ഞ് പറയുന്നു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. ഈ വചനം എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. നോക്കണേ, പാപികൾക്ക് വേണ്ടി ക്രൂശിൽ കിടന്ന് മരിക്കാൻ പോകുന്ന യേശുവിനെ അവിടെ വെച്ച് എനിക്ക് പരിചയപ്പെടുവാനിടയായി തീർന്നു. പക്ഷേ എങ്കിലും ഞാൻ ബോംബെയുടെ പ്രദേശങ്ങൾ വിട്ടെങ്കിൽ ഈ വചനം എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിലും ബോംബെയുടെ പ്രദേശങ്ങൾ വിട്ട് ശേഷം 1991 ബോംബെയിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ലഹള ആരംഭിച്ചപ്പോൾ നാട്ടിലേക്ക് കടന്നു വരുവാനിടയായി. അവിടെ വന്ന് നാട്ടിലേക്ക് കടന്നു വന്ന്
പല രീതിയിൽ ഞാൻ മദ്യത്തിനും അടിമയായി മദ്യപിക്കുമായിരുന്നു. അടിമയായി എന്ന് പറയാൻ പറ്റത്തില്ല, മദ്യപിക്കും. അങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ എന്നിൽ വന്നു. അങ്ങനെ വന്നതിന് ശേഷമാണ് വീണ്ടും ഞാൻ ബാംഗ്ലൂരിൻ്റെ പ്രദേശത്തേക്ക് കടന്നു പോകാനായിട്ട് 2000-ൽ ഞാൻ ബാംഗ്ലൂരിൻ്റെ പ്രദേശത്ത് കടന്നുപോയി. ആ ബാംഗ്ലൂരിൻ്റെ പ്രദേശത്ത് കടന്നുപോയി അവിടെ പല കമ്പനികളിൽ ഓരോ കൺസ്ട്രക്ഷൻ വർക്കുകളിൽ ഏർപ്പെട്ട് ജോലി ചെയ്തുകൊണ്ട് നിന്നു. അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് മലേറിയ പിടിപെട്ട് മരണത്തോളമായി മംഗലാപുരം മെഡിക്കൽ കോളേജിൽ കിടക്കേണ്ട അവസ്ഥ വന്നു. ഇതിനു മുമ്പ് ബോംബെയുടെ പ്രദേശത്ത് വെച്ചും എനിക്കിതുപോലെ മലേറിയയും മഞ്ഞപ്പിത്തം ഒരുപോലെ വന്നിട്ട് ഞാൻ മരണത്തോളമായിരുന്നതാണ്. പക്ഷേ കർത്താവിൻ്റെ കാളിംഗ് എൻ്റെ മേലുള്ളതുകൊണ്ട് ഞാൻ അവിടെ രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ എനിക്ക് അറിയാൻ കഴിയുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെ മംഗലാപുരത്തിൻ്റെ പ്രദേശത്ത് എനിക്ക് ഭയങ്കരമായ തിക്തമായ അനുഭവങ്ങളും ഇങ്ങനെയുള്ള മലേറിയ പിടിച്ച് മംഗലാപുരം മെഡിക്കൽ കോളേജിൽ കിടന്ന് മരണത്തോളം എടുത്ത് എങ്കിലും അവിടുന്ന് എനിക്ക് ഞാൻ സുഖം പ്രാപിച്ച് നാട്ടിൽ വരുവാനിടയായിരുന്നു സ്നേഹിതരെ. അങ്ങനെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വിവാഹം കഴിച്ചു. എൻ്റെ ഭാര്യ ആലപ്പുഴ ജില്ലയിൽ കാവാലം കൃഷ്ണപുരം എന്ന പ്രദേശത്ത് ഉള്ള ഒരു സഹോദരിയാണ്. അവരിപ്പം പിന്നെ എൻ്റെ കൂടെ പോകേണ്ട, എനിക്ക് കുട്ടികളില്ല. വിവാഹത്തിന് ശേഷം ഞാൻ എൻ്റെ വൈഫിനെയും കൂട്ടി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു ബെന്തക്കോസ്ത് ഭവനമായിരുന്നു എന്നെനിക്ക് അറിയില്ലായിരുന്നു. അവരെന്നാണ് ബെന്തക്കോസ്റ്റ് ചേർന്നതെന്നോ എന്നെനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ അവിടെ ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു നിൽക്കുമ്പോൾ അവിടെ എല്ലാവരും അവരുടേതായ കാര്യങ്ങൾ പ്രാർത്ഥനയും മറ്റും കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഓരോ സംസാരങ്ങളൊക്കെ സാക്ഷ്യങ്ങളൊക്കെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. അങ്ങനെ ഞാൻ ആ വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ ഏകദേശം 60 വയസ്സുള്ള ഒരു ആൻറ്റി എന്നോട്, ഞാൻ ആ വീട്ടിലേക്ക് കയറാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, അവിടെ നിൽക്ക്, എനിക്ക് നിന്നോടൊരു ആലോചന പറയാനുണ്ട്. ഞാൻ ആ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഞാൻ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആൻറ്റിയാണ്. അവരെ അതിനു മുമ്പ് എങ്ങും കണ്ടിട്ടേയില്ല. പക്ഷേ ആ ആൻറ്റി എന്നോട് പറയുകയാണ്, എനിക്ക് നിന്നോട് ഒരു ആലോചന പറയാനുണ്ട് എന്ന് പറയട്ടെ. യെശയ്യാ 43:10 എന്നോട് പറയാൻ തുടങ്ങി. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ തീയിൽ കൂടി കടക്കുമ്പോൾ അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കത്തില്ല, വെള്ളത്തിൽ കൂടി കിടന്നാൽ നദി നിൻ്റെ മേൽ കവിയില്ല. നിൻ്റെ ദൈവമായ യഹോവയായ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ വിടുവിക്കും എന്ന് ഇങ്ങനെ ഒരു ദൂത് എന്നോട് പറയാനിടയായി തീർന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ ദൂത് നീ അനുസരിച്ച് ജീവിച്ചാൽ ദൈവത്തിൻ്റെ ഒരു മകനായി ജീവിക്കാനാണ് മകനെ നിന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ നിലവാരത്തിൽ നീ യേശുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറായിക്കൊള്ളുക എന്ന് പറയാനിടയായി തീർന്നു സ്നേഹിതരെ. ആ ദൂത് കേട്ടിട്ടും ഞാൻ വേണ്ടതുപോലെ എനിക്ക് അന്നേരം ഒരു പ്രത്യേക ഒരു അനുഭവം എനിക്കുണ്ടായെങ്കിലും ഒരു പ്രത്യേക ഒരു സന്തോഷം മനസ്സിൽ അന്നേരം തോന്നിയെങ്കിലും അതിൻ്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ചും അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ആ ദൂതിനെ ഞാൻ വേണ്ടതുപോലെ കൈക്കൊണ്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ടും കുറച്ചു നാൾ ഞാൻ ഈ ദൂതൊക്കെ വിട്ട് കളഞ്ഞിട്ട് വീണ്ടും എൻ്റെ പഴയ നിലവാരത്തുള്ള മദ്യപാനം അങ്ങനെയുള്ള ദുശീലങ്ങളിലൂടെ ഞാൻ നടക്കുവാനിടയായിത്തീർന്നു. എന്നാൽ അതേ മാസത്തിന് ഈ ദൂത് കേട്ടതിൻ്റെ ആ മാസത്തിൽ ഒടുവിലേക്ക് വന്നപ്പോൾ ഏകദേശം 2004 മെയ് മാസം ഏതാണ്ട് ഒരു 15 കഴിഞ്ഞ് കാണും. ഞാൻ ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ കിടക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആത്മഹത്യ ചെയ്യണമെന്ന ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് വരുവാനിടയായിത്തീർന്നു. എന്ന് പറഞ്ഞാൽ ആരും ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല, വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല, യാതൊന്നും തന്നെയില്ല. എൻ്റെ വൈഫുമായിട്ട് അല്പസ്വല്പമായ ചില വിഷയങ്ങൾ മാത്രമല്ല. പക്ഷെ പെട്ടെന്ന് ഞാൻ ഒരു ചെറിയ പഴയ ഓടിട്ട വീടാണ് എൻ്റെ വീട്. ആ വീടിൻ്റെ കഴുക്കോലിൽ തൂങ്ങി മരിക്കണമെന്ന് ഞാൻ തീരുമാനമെടുത്തുകൊണ്ട് കിടക്കുകയാണ്. വീടിൻ്റെ കഴുക്കോലിൽ തൂങ്ങി മരിക്കണമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് കിടക്കുമ്പോൾ ഞാൻ ദൈവശബ്ദം കേൾക്കുകയാണ്. ദൈവശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് ഹൃദയത്തിലാണ് സംസാരിക്കുന്നത്. നിനക്ക് തൂങ്ങി മരിക്കാതെ ജീവിക്കാൻ വേറെന്തെങ്കിലും നിനക്ക് കഴിയുമോ, അല്ലെങ്കിൽ നിനക്ക് മരിക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗം നിൻ്റെ മുമ്പിലുണ്ടോ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം. ഇപ്പോൾ നീ മരിച്ചാൽ നിൻ്റെ ആത്മാവിടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താണ് ഞാൻ ചിന്തിച്ചത്? അയ്യോ, ഞാൻ മരിക്കാനാണല്ലോ ചിന്തിച്ചത്, ഈ മരണത്തിൽ നിന്ന് എങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനിങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ വീടിനടുത്തുള്ള ഏതാണ്ട് ഒരു
300 മീറ്റർ അകലെ ഒരു ചർച്ചുണ്ട്, പെന്തക്കോസ്റ്റ് ചർച്ചുണ്ട്. ആ ചർച്ചിലെ ദേവദാസന് എനിക്ക് നല്ല പരിചയമുണ്ടായിരുന്നു. ഞാനതിൽ പോകുമ്പോൾ അദ്ദേഹത്തെ കാണാറുണ്ട്. പക്ഷേ അദ്ദേഹത്തെ മൈൻഡ് ചെയ്തിട്ടില്ല. കാര്യം അവർ ബന്ധക്കോസ്റ്റുകാരാണെന്നുള്ള ഒരു അവജ്ഞയും ഒക്കെ എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർന്നവരായതുകൊണ്ട് മന്ത്രവാദത്തിൻ്റെ ആ ഒരു രീതിയിലൊക്കെ ആ മന്ത്രവാദത്തിൻ്റെ പൈശാചികതയിൽ പിടിക്കപ്പെട്ടൊരു വ്യക്തി ആയതുകൊണ്ട് ഈ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരെയും ബന്ധക്കോസ്റ്റുകാരെ കാണുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അവരുടെ പ്രാർത്ഥനയോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അവരെ കാണുന്നത് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ജീവിത രീതി. ദൈവശബ്ദം കേട്ടതിന് ശേഷം ഞാൻ പെട്ടെന്ന് ആ ദൈവദാസൻ്റെ അരികിലേക്ക്, എനിക്കൊരു ചെറിയ പഴയ സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സൈക്കിളിൽ പെട്ടെന്ന് കയറി ഞാൻ ആ ദൈവദാസൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഓടി ഇറങ്ങുകയാണ്. പേടിച്ച് എൻ്റെ മരണഭയം എന്നെ പിടിച്ചു. കാര്യം ഞങ്ങളൊക്കെ മന്ത്രവാദ കളങ്ങളും അങ്ങനെയുള്ള മന്ത്രവാദങ്ങളും ഇങ്ങനെയുള്ള ക്രിയകളും കണ്ടു വളർന്നവരായതുകൊണ്ട് എപ്പോഴും മരണത്തെ ഭയപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു. ഈ പ്രേതങ്ങളെ ഒഴിപ്പിക്കുന്നതും ഇങ്ങനെ ബാധകൾ ഒഴിപ്പിക്കുന്ന ചെറുപ്പം മുതലേ കണ്ടു വളർന്നുകൊണ്ട് എപ്പോഴും ഭീതി, ഇങ്ങനെ മരണത്തിൽ പേടിക്കുന്ന ഒരു രീതിയായിരുന്നു ഞങ്ങൾക്കുള്ളത്. ചെറുപ്പം മുതലേ മന്ത്രവാദ കളങ്ങൾ കണ്ടാൽ ഞങ്ങൾ വളർന്നത്. അതുകൊണ്ട് ദൈവ സത്യദൈവം ഏതാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഈ വിഗ്രഹങ്ങളെ കാണിച്ചു തന്നിട്ട് എൻ്റെ പിതാക്കന്മാർ പറയുകയാണ് ഇതാണ് ദൈവമെന്ന് പറയുകയാണ്. 33 ദേവന്മാരെ കാണിച്ച് ഇതൊക്കെയാണ് ദൈവമെന്ന് പറയുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് വിശ്വസിച്ച് തന്നെയല്ല അതിനെ കണ്ട് ഭയപ്പെടുന്ന രീതികളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് സ്നേഹിതരെ. അങ്ങനെ ഞാൻ ഓടിച്ചെന്നിട്ട് ഈ ദേവദാസൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ് എനിക്ക് ഭയമുണ്ട്, മരിക്കാൻ ഭയമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ആ ദേവദാസനോട് പറയാനിടയായി തീർന്നു. ആ ദേവദാസൻ അപ്പോൾ തന്നെ എന്നെ അരികിൽ വിളിച്ചിട്ട് എൻ്റെ തലമേൽ കൈവച്ചിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയ ആശ്വാസം എൻ്റെ മേൽ വരുവാനിടയായി തീർന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞ് ഇന്ന് വൈകുന്നേരം വരാൻ പറഞ്ഞു. ഞാൻ വൈകുന്നേരം വീട്ടിൽ ഞാനൊരു കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, റബ്ബർ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് അന്ന് വൈകുന്നേരം തന്നെ വീട്ടിൽ വന്നിട്ട് കുളിച്ച് റെഡിയായി ഈ ദൈവദാസൻ്റെ അരികിലേക്ക് വീട്ടിൽ ആരോടും പറയാതെ ഞാൻ ഈ ദൈവദാസൻ്റെ അരികിലേക്ക് വരികയാണ്. അങ്ങനെ അന്ന് ആ ദൈവദാസൻ്റെ അരികിൽ വന്ന് അവരെ സന്ധ്യാപ്രാർത്ഥനയ്ക്കിരുന്നപ്പോൾ അന്ന് ഞാൻ എന്നെക്കുറിച്ച് എൻ്റെ ജനനകാലം മുതൽ തുടങ്ങി ഞാൻ നടന്ന വഴികൾ പോയ വഴികളുമായ ഞാൻ എങ്ങനെയായിരുന്നു, എന്തായിത്തീരും എന്നുള്ള കാര്യങ്ങൾ മുഴുവനും പരിശുദ്ധാത്മാവിൽ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ ഭയവും അപ്പോൾ തന്നെ കർത്താവിനുള്ള ഭക്തിയും ഉണ്ടാകുവാനിടയായി തീർന്നു. അങ്ങനെ അന്ന് തന്നെ 2024 ഒരു മെയ് മാസം ഒരു സന്ധ്യാവേളയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. പക്ഷേ എൻ്റെ വീട്ടിലാരും അറിഞ്ഞില്ല, എൻ്റെ വൈഫ് അറിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു മനുഷ്യന് ദൈവം വിളിച്ചാൽ, ദൈവത്തിൻ്റെ വിളി ഒരു മനുഷ്യൻ്റെ മേലുണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ കോളിംഗ് ഉണ്ടെങ്കിൽ, ആ വ്യക്തി എവിടെ പോയാലും ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി വിളിച്ചാലും ദൈവം അവനെ മടക്കിക്കൊണ്ട് തൻ്റെ സന്നിധി നിർത്തുമെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. 18 വയസ്സ് മുതൽ മാർക്സിസ്റ്റ് പാർട്ടിയിലും അപ്പോൾ തന്നെ അതിനുശേഷം ഇടയ്ക്ക് BJPയിലും ശാഖാപരമായ കാര്യത്തിലും മാറി പല രാഷ്ട്രീയത്തിലും പ്രവർത്തിച്ചു വന്ന്, അതുമാത്രമല്ല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട്, ക്ഷേത്രത്തിലെ ആരാധനകളുമായി ബന്ധപ്പെട്ട് തീഷ്ണതയോടെ നിന്നൊരു വ്യക്തിയാണ്. സത്യദൈവത്തെ ആരാണ് സത്യദൈവമെന്നറിയില്ല, ആരാണ് സത്യമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ആ ഒരു വ്യക്തിയായ ഞാൻ അന്ന് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും ദൈവമായി സ്വീകരിക്കുവാനിടയായി തീർന്നു സ്നേഹിതരെ. അങ്ങനെയാണ് ആ കർത്താവിനെ ഞാൻ കണ്ടുമുട്ടുന്നത്. കർത്താവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ആരംഭിച്ചു. എൻ്റെ വൈഫ് അന്നേരം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നില്ല. എൻ്റെ വൈഫ് പോലും ആ രക്ഷയുടെ അനുഭവത്തിൽ മാറി നിന്നു. എനിക്ക് വേറെ ജോലിയില്ലാഞ്ഞിട്ട് പിതാക്കന്മാരുടെ പാരമ്പര്യം കളഞ്ഞു. മന്ത്രവാദത്തിൻ്റെ അല്ലെങ്കിൽ ആഭിചാരകന്മാരുടെ ആ ഒരു പാരമ്പര്യം കളഞ്ഞിട്ട് പോയവനാണെന്ന പേര് പറഞ്ഞ് എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളും ഉൾപ്പെടെ പലരും എൻ്റെ കുടുംബത്തിലുള്ള
നൂറുകണക്കിന് ആളുകളുണ്ട്. അവരെല്ലാം എന്നെ പഴി പറഞ്ഞു, അകറ്റി നിർത്താൻ നോക്കി. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചതുകൊണ്ട് ഞാൻ പക്ഷേ കർത്താവിൻ്റെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം വന്നപ്പോൾ യേശു ക്രിസ്തു മാത്രമാണ് മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ള ഒരു ദൈവം എന്ന് മാത്രമല്ല, മരണത്തെ ഭയപ്പെട്ടുന്ന എനിക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ എവിടെയാണ് പോകുന്നുവെന്നുള്ള ചിന്ത എന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ യേശുവിനെ അറിഞ്ഞതിന് ശേഷം ബൈബിളിൽ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു മനുഷ്യൻ ലഭിക്കുവാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ 38 മുക്കോടി ദേവന്മാരെയൊക്കെ സേവിച്ച് വന്നെങ്കിലും അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ, ഭവനങ്ങളിൽ പോയി ഭാഗവത പാരായണം നടത്തിയിട്ടുണ്ട് ഞാൻ. പക്ഷേ അവിടെയൊക്കെ തന്നെയും ഇങ്ങനെ വിടുവിക്കുന്ന, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ ഒരു നിത്യത കൊടുക്കുന്ന, ഒരു വിശ്രമസ്ഥലം കൊടുക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ആ പ്രമാണങ്ങളിലെ, പുരാണങ്ങളെ ഞാൻ എങ്ങും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഓരോ ക്ഷേത്രങ്ങളിലും ഞാനിത് വായിച്ചിട്ടുള്ളൂ. ഭാഗവതം വീടുകളിലാണ് കൂടുതൽ വായിച്ചിട്ടുള്ളത്. ക്ഷേത്രങ്ങൾ കുറച്ച് മാത്രമേ ഭാഗവത പാരായണത്തിന് പോയിട്ടുള്ളൂ. പക്ഷേ അവിടെ ഇത് വായിക്കുമ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല ആരാണ് യഥാർത്ഥ രക്ഷകൻ, ഒരു മനുഷ്യൻ്റെ രക്ഷ എന്താണെന്ന്. മനുഷ്യന് ദൈവരാജ്യമുണ്ടോ, നിത്യതയുണ്ടോ, അങ്ങനെയുള്ള മരണത്തിനപ്പുറം ജീവിതമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ബൈബിൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ, സ്നേഹിതരെ, ബൈബിൾ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. മനുഷ്യൻ്റെ ഭൂമിയിലെ മരണം കൊണ്ട്, മരിച്ച ആ മരണം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് എനിക്കന്ന് മനസ്സിലായി. ഞാൻ അത് അവിടുന്ന് ഏതാണ്ട് എൻ്റെ ദൈവസഭയിൽ അന്ന് ഞാൻ പോകുന്ന കർത്താവദാസനെ ഒന്നിച്ച് പിന്നീടുള്ള ദിവസങ്ങളിൽ, എല്ലാ ദിവസങ്ങളിലും കർത്താവിൻ്റെ ദാസൻ്റെ അടുത്ത് ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ഓരോരോ ഉപദേശങ്ങൾ എനിക്ക് തരികയും ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ തന്നെ ഭവനങ്ങൾക്കകത്ത് പല രീതിയിലുള്ള പ്രതികൂലങ്ങളും, എന്നെ കളിയാക്കലും, ഞാൻ ചെല്ലുമ്പോൾ അവർ നമ്മളെ നിന്ദിക്കലും പുച്ഛിക്കലും, പെന്തക്കോസ്തിൽ പോയതുകൊണ്ടുള്ള പഴിയൊക്കെ എനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നെ കാണുന്നവരെന്നെ എന്നോട് സഹകരിക്കാൻ നിൽക്കാതെ മാറിപ്പോയിട്ടുണ്ട്. ഒക്കെ ശരിയാണ്. ഏതാണ്ട് അതിനുശേഷം ഞാൻ എൻ്റെ പോയിക്കൊണ്ടിരിക്കുന്ന സഭയിൽ സജീവമായി നിൽക്കാൻ തുടങ്ങി, ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കാൻ തുടങ്ങി. അങ്ങനെ നിന്ന് പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ ഞാൻ നിന്നു. ഒരു 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അത്യന്ത ശക്തി എൻ്റെ മേൽ വരുവാനിടയായി തീർന്നു. ഞാൻ ഇരുന്ന ഹോള് നടുങ്ങുമാറ് ശക്തമായി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താൻ തുടങ്ങി. ഏതാണ്ട് 10-60 പേരിരുന്നതിൽ അന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച ഏക വ്യക്തി ഞാൻ മാത്രമായിരുന്നു. എന്നെ കർത്താവ് സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. സ്നേഹിതരെ, ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ആ ദാസനിലൂടെ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, നീ സ്വന്തം ഭവനം വിട്ട് ഇറങ്ങണമെന്ന്. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ ഭവനം വിട്ട്, ബന്ധുക്കളെ, ചർച്ചക്കാരെ വിട്ട് വേറെ വീടുകൾ വാടകയ്ക്ക് മാറി മാറി താമസിക്കാനിടയായി തീർന്നു. ഭവനങ്ങളുള്ളവരെ ആരെ ഞാൻ ഉപേക്ഷിച്ചില്ല, പക്ഷേ അവിടെ താമസിക്കുന്നത് ഉചിതമല്ല എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ താമസിച്ച് വരവേ ചാത്തന്നൂരിൻ്റെ പ്രദേശത്തെ IPCയുടെ ഗിബ്സ് എന്ന് പറഞ്ഞൊരു ബൈബിൾ കോളേജിൽ കുമ്പനാടിൻ്റെ ശാഖയിൽ നടത്തപ്പെടുന്നുണ്ടായിരുന്നു. അവിടെ 3 വർഷക്കാലം ദൈവവചനം പഠിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. എന്ന് പറഞ്ഞാൽ പഠിക്കാൻ യാതൊരു നിർവാഹമില്ല. വൈഫ് എൻ്റെ കൂടെ കൊണ്ട് എവിടെയെങ്കിലും ഒരു വീട്ടിൽ നിർത്തിക്കിട്ട് മാത്രമേ പോകാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ചാത്തന്നൂരിൻ്റെ പ്രദേശത്തൊക്കെ ഞാൻ വണ്ടി കയറി ആ ബൈബിൾ സ്കൂളിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോൾ കൊല്ലത്ത് കൊട്ടിയം എന്ന സ്ഥലത്തിന് അടുത്ത് കുമ്മല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട്ടിൽ എൻ്റെ വൈഫിനെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് അവിടുത്തെ ചെറിയ ജോലികൾ ചെയ്യുവാൻ ഏൽപ്പിച്ച് അവിടെ വചനം പഠിക്കുവാനിടയായി തീർന്നു. 3 വർഷക്കാലം വചനം പഠനം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. കാരണം അതിനു മുമ്പേ എനിക്ക് ഈ മലബാറിൻ്റെ പ്രദേശത്തേക്കുള്ള വഴി ഒരുങ്ങിക്കഴിഞ്ഞു. സ്നേഹിതരെ, കാര്യങ്ങളെ, ദൈവം ഒരു വഴി തുറന്നാൽ ആ വഴി ആർക്കും അടയ്ക്കാൻ സാധ്യമാകത്തില്ല. ഞാൻ അവിടുന്ന് യാത്ര തിരിച്ച് കോഴിക്കോട് എൻ്റെ ഒരു സ്നേഹിതനായ ദേവദാസൻ്റെ കൂടെ വന്നിട്ട് ഞാനിവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ദേവദാസൻ ജോമോൻ പാസ്റ്ററുടെ മാതൃസഭയിൽ വന്നു. അവിടെ വന്നിട്ട് വയനാടുള്ള
മാനന്തവാടിയിൽ എന്ന പ്രദേശത്ത് എള്ളുമെന്ന് എന്ന ഗ്രാമത്തിൽ കർത്താവ് എന്നെ അങ്ങോട്ടേക്ക് അയച്ചു. അവിടെ ആദിവാസികളുടെ ഇടയിൽ 5 വർഷക്കാലം പ്രവർത്തിച്ചു. അവിടെ ശൂന്യമായിരുന്ന, വളരെ ഡ്രൈ ആയിരുന്നൊരു പ്രദേശം, ആദിവാസികളുടെ ഇടയിൽ 5 വർഷക്കാലത്തെ പ്രവർത്തന ഫലമായി 5-6 കുടുംബങ്ങൾ ആ സഭയിൽ കടന്നു വന്നു. ശക്തമായ ആരാധനയും ശക്തമായ ശുശ്രൂഷ ദൈവം എന്നെ അവിടെ ഏൽപ്പിച്ചു. അനേക ഭൂതങ്ങൾ പുറത്തുപോയി, രോഗികൾ സൗഖ്യമായി. അങ്ങനെ ആ വയനാടിൻ്റെ പ്രദേശത്ത് എള്ളുമെന്ന് എന്ന ഗ്രാമത്തിൽ അനേക ഭവനങ്ങൾ കയറിയിറങ്ങി ട്രൈബൽസ് അവരുടെ പ്രവർത്തിക്കാനിടയായി തീർന്നു. ആ 6 വർഷം ഞാൻ അവിടെ പ്രവർത്തിച്ചു. അതിനുശേഷമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ മുതുകാട് എന്ന പ്രദേശത്ത് ഇപ്പോൾ ഫിലദൽഫിയ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ആ ഒരു കെയർ ഓഫിൽ ഇപ്പോഴും അവിടെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അവിടെ ഇപ്പം അവിടെ ഈ കോഴിക്കോട് മുതുകാട് വന്നിട്ടിപ്പോൾ ഏതാണ്ട് 10 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും കർത്താവ് അനുഗ്രഹമായി നടത്തുന്നു. വൈഫ് ഞാൻ രക്ഷയിൽ വന്നതിന് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ വരത്തില്ല എന്ന് വാശി പിടിച്ച വൈഫിനെ ഒരു ദിവസം ഞാൻ എൻ്റെ ദേവദാസൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാനും ദേവദാസനും ദേവദാസൻ്റെ വീട്ടിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഞാൻ വിളിച്ചു. വരത്തില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടെ വരാൻ കാരണം അന്ന് ഉപവാസ പ്രാർത്ഥന വെച്ചതിന് ശേഷം എനിക്ക് വേറൊരു കല്യാണ ചടങ്ങിന് വേണ്ടി ഞാനങ്ങ് പോയി. ദേവദാസൻ എന്നെ വഴക്ക് പറയുമെന്നുള്ള ഭയപ്പെട്ട് ഞാൻ പോകാതെ മടിച്ചിരിക്കുകയാണ്. എൻ്റെ വൈഫ് തന്നെ എന്നെ വിളിച്ചുകൊണ്ട് ദേവദാസൻ്റെ അടുക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ദേവദാസോട് ക്ഷമ ചോദിച്ചിട്ട് വരാ എന്ന് പറഞ്ഞ് പോയതാ. പക്ഷേ അവിടെ ചെന്നപ്പോൾ അത് മുഖാന്തരമായിരുന്നു. അവിടെ ചെന്നപ്പോൾ ആ ദേവദാസൻ എൻ്റെ വൈഫിനെ രക്ഷാവാചകം ചൊല്ലിക്കൊടുത്ത് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവളെ രക്ഷിക്കപ്പെട്ടു. ഇപ്പോഴും പരിശുദ്ധാത്മാവ് പ്രാപിച്ച് എന്നോടൊപ്പം സന്തോഷത്തോടെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തെ ഓർത്ത് ഇവിടെയുള്ള ഞങ്ങൾ കേൾക്കുന്ന ദൈവജനം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചു കൊള്ളുകയാണ്. ഈ സാക്ഷ്യം ഒരു ചെറിയ സാക്ഷ്യം. ഇതിൽ ഒരുപാട് സമയങ്ങൾ ഞങ്ങളെ പിന്നിട്ട വഴികളെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അനുഭവങ്ങൾ ഒത്തിരി പറയാനുണ്ട്. പക്ഷേ അനുഭവങ്ങളിലേക്കൊന്നും പോകാതെ ഞങ്ങൾക്ക് ഇത്രത്തോളം സമയം തന്നാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ചാനലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ സാക്ഷ്യത്തിൽ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.